ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺക്രീറ്റ് ടെക്നോളജിയിലെ SSC-JEE-യിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ IAS മാസ്റ്ററിലത്തെ പ്രീവിയസ് ഇയർ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പറയണത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കോൺക്രീറ്റ് ടെക്നോളജിയിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് SSC-JEE-ക്ക് ചോദിച്ചേക്കണേന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2004 ചോദിച്ചേക്കുന്നത്. ദ കോമൺ അഡ്മിസ്റ്റർ യൂസ് ടു ആക്സിലറേറ്റ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് കോൺക്രീറ്റ്. ആക്സിലറേറ്റർ എന്താണ്? കാൽഷ്യം ക്ലോറൈഡും. റിട്ടാർഡറാണ് ചോദിച്ചെങ്കിൽ ജിപ്സം ആണ് വരാം. ഓക്കെ, ജിപ്സത്തിന് കാൽഷ്യം സൾഫേറ്റ് എന്നും കൂടി പറയും. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോസ്റ്റ് ബൈ ഇറ്റ്സ്. വർക്കബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന 7 ഫാക്ടേഴ്സാണുള്ളത്. ആദ്യത്തെയാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, പിന്നെ അഗ്രിഗേറ്റ് ടു സിമെൻറ്റ് റേഷ്യോ, പിന്നെ ഷേപ്പ്, സൈസ്, ടെക്സ്ചർ, പിന്നെ ഗ്രേഡിങ്. ഇത്രയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ ആകെക്കൂടി തന്നേക്കുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ആണ്. പക്ഷേ അതിൽ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ വർക്കബിലിറ്റി കുറയാണ് ചെയ്യുക. പക്ഷേ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടിക്കഴിയുമ്പോൾ വർക്കബിലിറ്റി കൂടാണ് ചെയ്യുക. അപ്പോൾ അതിൽ മോസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. ആൻസർ എന്ന് പറയുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോൺക്രീറ്റ് കാൽഷ്യം സൾഫേറ്റ് മേ ആക്ട് ആസ്. ഞാൻ പറഞ്ഞു കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നതിനാണ് ജിപ്സം എന്ന് പറയുക. അതെന്താണ്? റിട്ടാർഡർ ആണ്. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺക്രീറ്റ് അറ്റെയിൻസ് മേജർ പാർട്ട് ഓഫ് ഇറ്റ്സ് സ്ട്രെങ്ത് ഇൻ. നമുക്കറിയാം ഒരു കോൺക്രീറ്റ് മേജർ സ്ട്രെങ്ത് അറ്റെയിൻ ചെയ്യുന്നത് 7 ദിവസം കൊണ്ടാണ്. 7 ദിവസം എന്ന് പറഞ്ഞാൽ 1 വീക്കാണ്. ആൻസർ എന്ന് പറയുന്നത് 1 വീക്ക്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, M20 ഗ്രേഡ് കോൺക്രീറ്റ് ഇംപ്ലൈസ് ദ സ്ട്രെങ്ത് ഓഫ് 15 സെൻറ്റിമീറ്റർ ക്യൂബ്സ് അറ്റ് 28 ഡേയ്സ് ഓഫ് ക്യൂറിംഗ് ഷാൽ ബി. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സാണ് ചോദിച്ചേക്കുന്നത്. കാരണം ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെങ്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് 15 സെൻറ്റിമീറ്റർ ക്യൂബ്സ് നമ്മൾ ക്യൂർ ചെയ്ത് 28 ദിവസം കഴിയുമ്പോൾ നമ്മളത് പൊട്ടിച്ച് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ M20 എന്ന് പറയുന്നത് ആ 20 ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് മിക്സും ആണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? M20യുടെ 20 ആയിരിക്കും. ഇനി യൂണിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലായിരിക്കും. ഓക്കെ, 20 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെങ്കിൽ 200 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ പറയുക? ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ പറയുക, 20 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ എന്താണ്? mm സ്ക്വയറിലാണെങ്കിൽ ശരിക്കും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് mmലായിരിക്കും. ഈ തന്നിരിക്കുന്നത് mmലായിരിക്കും. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലായിരിക്കും യൂണിറ്റ്. കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ ഒരു 10 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഓർത്തിരുന്നോളൂ കേട്ടോ. അപ്പോൾ M20യുടെ കേസിൽ ആ 20 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലായിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് അസ്യൂംഡ് അറ്റ്. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 28 ദിവസത്തിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുക. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഈസ് അറ്റൈൻഡ് ഫോർ എത്രയാണ്? 28 ഡേയ്സ് ആയിരിക്കും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ഹെൽപ്സ് ഇൻ. കോൺക്രീറ്റിൻ്റെ കോമ്പാക്ഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാട്ടോ. സെഗ്രിഗേഷൻ ഓഫ് അഗ്രിഗേറ്റ്, റിമൂവൽ ഓഫ് എക്സസ് വാട്ടർ, ഇൻക്രീസ് ഓഫ് ഡെൻസിറ്റി, അഡീഷൻ ഓഫ് റിക്വയർഡ് എയർ വോയിഡ്. അപ്പോൾ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് നമുക്ക് എക്സ്പ്ലനേഷൻ വരയ്ക്കാം. കോമ്പാക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദി എൻട്രാപ്ഡ് എയർ സോ ആസ് ടു ഇൻക്രീസ് ദ ഡെൻസിറ്റി, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. നോട്ട്, ഈവൻ 5% and 10% of void in hardened concrete left due to incomplete compaction may result in decrease in compressive strength by 30% and 60% respectively. അപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണ് 5% അല്ലെങ്കിൽ 10% വോയിഡ്സ് ഉണ്ടെങ്കിൽ അതിന് കംപ്രസീവ് സ്ട്രെങ്ത് എത്ര ശതമാനം റെഡ്യൂസ് ചെയ്യും? 30%ഉം 60%ഉം ആയിട്ട് റെഡ്യൂസ് ചെയ്യും. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻട്രാപ്ഡ് ആയിട്ടുള്ള എയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും.
അപ്പോൾ എന്താണ് ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ഹെൽപ്സ് ഇൻ സെഗ്രിഗേഷൻ ഓഫ് അഗ്രീറ്റ്, അത് തെറ്റല്ലേ. ഇനി റിമൂവൽ ഓഫ് എക്സസ് വാട്ടർ, അതും കംപ്ലീറ്റ് അല്ല. ഇനി ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. അഡീഷൻ ഓഫ് റിക്വയർഡ് എയർ വോയിഡ്, റിമൂവൽ ഓഫ് എയർ വോയിഡാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി, സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആസ് പെർ IS 456 1978. പണ്ടത്തെ കോഡാണ് 1978 എന്ന് പറയുമ്പോൾ. ആ കോഡ് അനുസരിച്ച് മിനിമം ഗ്രേഡ് യൂസ്ഡ് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ കോഡ് അനുസരിച്ചാണെങ്കിൽ M15ഉം പുതിയ കോഡ് അനുസരിച്ച് IS 456 2000 ആണെങ്കിൽ M20 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ M15 ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്രീസ് ഇൻ ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ കോൺക്രീറ്റ്. മോയ്സ്ചർ കണ്ടൻറ്റ് കോൺക്രീറ്റിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. റെഡ്യൂസ് ദ സ്ട്രെങ്ത്, ഇൻക്രീസ് ദ സ്ട്രെങ്ത്, ഡസ് നോട്ട് ചേഞ്ച് ദി സ്ട്രെങ്ത്, നൺ ഓഫ് ദി അബവ്. നമുക്കറിയാം മോയ്സ്ചർ കണ്ടൻറ്റ് കോൺക്രീറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്ട്രെങ്ത് റെഡ്യൂസ് ആണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻക്രീസ് ഇൻ മോയ്സ്ചർ കണ്ടൻറ്റ് അതല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ റിസൾട്ട് ഇൻ ദ റിഡക്ഷൻ ഇൻ ദി സ്ട്രെങ്ത്. As per Abraham's law, the strength of the workable concrete is only dependable on water cement ratio. As the water cement ratio is increased, strength reduced. That is inversely proportional. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കംപ്രസീവ് സ്ട്രെങ്ത് തമ്മിലുള്ള ഗ്രാഫ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For a given degree of hydration, the effect of increasing water cement ratio in concrete. For a given degree of hydration, the effect of increasing water cement ratio in concrete is to increase the workability, is to decrease the permeability, does not change the permeability, none of the above. നമ്മൾ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ ഒരു പർട്ടിക്കുലർ തന്നിരിക്കുന്ന ഡിഗ്രി ഓഫ് ഹൈഡ്രേഷനിലെ എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻ കോൺക്രീറ്റ് എന്തുണ്ടാക്കും? നമുക്കപ്പോൾ എക്സ്പ്ലനേഷൻ ഫസ്റ്റ് നോക്കാം. ഇൻക്രീസ് ഇൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വിൽ റിസൾട്ട് ഇൻ ടു കാപ്പിലറി പോർസ് വിച്ച് വിൽ ഇൻക്രീസ് ദ പെർമബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കാപ്പിലറി പോർസ് ഉണ്ടാവും. അപ്പോൾ പെർമബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുക. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഓപ്ഷൻ എ ആണ്, ഇൻക്രീസ് ഇൻ പെർമബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, the value of VB time for low workability as per Indian standard is prescribed as. ലോ വർക്കബിലിറ്റി ആണെങ്കിൽ എന്തോരം ടൈം എടുക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഏതൊക്കെയുണ്ട്? ഗ്രേറ്റർ ദാൻ 60 ഉണ്ട്. പിന്നെ കോമൺലി നമ്മൾ പറയാം ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ വെരി ലോ, 6 to 12 ആണെങ്കിൽ ലോ, 3 to 6 ആണെങ്കിൽ മീഡിയം, 0 to 3 ആണെങ്കിൽ ഹൈ. അപ്പോൾ തന്നിരിക്കുന്നത് ലോ ആകുമ്പോൾ എന്താണ് വരാമെന്നാണ്. അപ്പോൾ 6 to 10 ആണ് വരാം. 6 to 10 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇല്ല, 6 to 12 ആണ്. അപ്പോൾ എൻ്റെ ഓപ്ഷനിൽ മെയിനായിട്ട് വരുന്നത് ബി ആയിരിക്കും, 5 to 10 ആയിരിക്കും. അപ്പോൾ എൻ്റെ ആൻസർ ബി ആണ്. ഫോർ എ കോൺസ്റ്റൻറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ദ ഡിക്രീസ് ഇൻ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കോസസ്. കാരണം ഞാൻ പറഞ്ഞു വർക്കബിലിറ്റി അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ഡിക്രീസ് ഇൻ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കബിലിറ്റി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കോൺക്രീറ്റ് കാൽഷ്യം സൾഫേറ്റ് മേ ആക്ട് ആസ്. കാൽഷ്യം സൾഫേറ്റ് എന്തായിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കാൽഷ്യം സൾഫേറ്റ് ഞാൻ വേറൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു അതൊരു റിട്ടാർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ ജിപ്സം എന്നും കൂടി പറയും. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി റിട്ടാർഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോമ്പാക്ഷൻ ഇൻ കോൺക്രീറ്റ് ഹെൽപ്സ് ഇൻ. ഓപ്ഷൻ എ സെഗ്രിഗേഷൻ ഓഫ് അഗ്രിഗേറ്റ്, റിമൂവൽ ഓഫ് എക്സസ് വാട്ടർ, ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി, അഡീഷൻ ഓഫ് ദ റിക്വയർഡ് എയർ വോയിഡ്. ഇതും നേരത്തെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് മെഷേർഡ് അറ്റ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 28 days ആണ്. Next one, M20 grade concrete implies that the strength of 15 cm cube at 28 days of curing shall be.
ഇതും റിപ്പീറ്റഡ് ആണ്. 20 Nm/mm² ആണ്. കോൺക്രീറ്റ് അറ്റൈൻസ് മേജർ ഓഫ് ഇറ്റ് സ്ട്രെങ്ത് ഇൻ 1 week ആണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണ്. പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് M20 കോൺക്രീറ്റ് ഗ്രേഡ് ഈസ്. M20 കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്താണ്? kg/cm²ആകുമ്പോൾ 200 kg/cm². ഓപ്ഷൻ സി ആണ് ആൻസർ. The shrinkage of concrete is proportional to water cement ratio in the mix. പിന്നെന്താ നെക്സ്റ്റ് ഓപ്ഷൻ is proportional to cement concrete, increases with age of concrete, all the above. Shrinkage of concrete എന്തിനാണ് proportional? The term shrinkage is loosely used to describe the various aspects of volume change in concrete due to loss of moisture at different stages due to different reasons. Shrinkage is classified as plastic shrinkage due to loss of water by evaporation from the surface of the concrete. Volume change is high for concrete having high water content. Drying shrinkage due to loss of water in the gel spot. Higher cement content leads to higher drying shrinkage. Thermal shrinkage. Seasoning and daily variation of temperature causes concrete to shrink and expand. ഇനി അടുത്താണ് carbonation shrinkage. Due to carbon dioxide present in atmosphere react in the presence of calcium hydroxide and forms calcium carbonate. The new product calcium carbonate is less in volume, hence shrinkage takes place. അപ്പോൾ ഞാൻ പറയാം shrinkage ഉണ്ടാവും എന്തുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. shrinkage വോളിയായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് അത് മോയ്സ്ചർ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. shrinkage in concrete അപ്പോൾ എന്തിനൊക്കെയാണ് ഓപ്ഷൻസ് ഒന്നുകൂടി ഞാൻ വായിക്കാം. is proportional to water cement ratio in the mix, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ശരിയല്ലേ? is proportional to cement concrete, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. increases with the age of concrete, അതും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം all the above ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. IS Hort has specified the full strength of concrete after. ഫുൾ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് 28 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 28 days ആണ് ആൻസർ. The concrete which causes the difficulty of obtaining a smooth finish is known to possess. Explanation വായിക്കാം. Due to hardness in concrete, it is difficult to obtain smooth surface finish because hard concrete offers greater resistance to the required molding or smooth surface. അപ്പോൾ എന്താണ് ഹാർഡ്നെസ്? സ്മൂത്ത് സർഫസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഹാർഡ്നെസ് കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ് അപ്പോൺ. ഓപ്ഷൻ എ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്. ഓപ്ഷൻ ബി സർഫസ് ഏരിയ ഓഫ് അഗ്രിഗേറ്റ്. ഓപ്ഷൻ സി സർഫസ് ടെക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ഞാൻ എക്സ്പ്ലനേഷൻ വായിക്കാം. Factors affecting strength of the concrete are water cement ratio. Lower the water cement ratio, higher the strength of concrete provided concrete is workable. Cement ratio. Increase in cement ratio, ultimate strength will increase provided all the other things are constant. The surface area. Larger surface area require higher water cement ratio resulting in lower strength. Surface texture. Rougher the surface, higher is the bond strength. Compaction. Higher compacting factor, lower the air void, higher the strength. അപ്പോൾ എന്താണ് പറഞ്ഞത്? വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും, സിമെൻറ്റ് അഗ്രിഗേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് ഏരിയ ഓഫ് അഗ്രിഗേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് ടെക്സ്ചർ, പിന്നെ കോമ്പാക്ഷൻ എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവും എയർ വോയിഡ്സ് കുറയും, സ്ട്രെങ്ത്ത് കൂടും. ഇനി ടെക്സ്ചർ ആവുമ്പോൾ റഫർ ടെക്സ്ചർ ആവുമ്പോൾ എന്തുണ്ടാവും? ബോണ്ട് സ്ട്രെങ്ത്ത് കൂടും. സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. റഫർ സ്ട്രെങ്ത് ആണെങ്കിൽ റഫർ സർഫസ് ആണെങ്കിൽ സ്ട്രെങ്ത്ത് കൂടും. കോമ്പാക്ഷൻ കുറയുമ്പോൾ എയർ വോയിഡ്സ് കുറയും, അപ്പോൾ സ്ട്രെങ്ത്ത് കൂടും. പിന്നെ സർഫസ് ഏരിയ പറയുമ്പോൾ ലാർജ് സർഫസ് ഏരിയയ്ക്ക് എന്തുണ്ടാവും? കൂടുതൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ടാവും. വാട്ടർ സിമെൻറ്റ് റേഷ്യോ വേണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യും. കാരണം വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറവാണെങ്കിലാണ് സ്ട്രെങ്ത്ത് കൂടുക. വാട്ടർ സിമെൻറ്റ് റേഷ്യോയും സ്ട്രെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്.
സർഫസ് അപ്പോൾ ലാർജ് സർഫസിന് എന്തുണ്ടാവും? ലോവർ സ്ട്രെങ്ത് ആയിരിക്കും. ഇനി സിമെൻറ്റ് അഗ്രിഗേറ്റ് റേഷ്യോ ആണെങ്കിൽ ഇൻക്രീസിങ് ദ സിമെൻറ്റ് അഗ്രിഗേറ്റ് റേഷ്യോ ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വിൽ ഇൻക്രീസ് പ്രൊവൈഡഡ് ഓൾ ദ തിങ്സ് ആർ കോൺസ്റ്റൻറ്റ്. പിന്നെ ഓപ്ഷൻ ചോദിച്ചേക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ദ അഗ്രിഗേറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്, സർഫസ് ഏരിയ ഓഫ് അഗ്രിഗേറ്റ്, പിന്നത്തെ ഓപ്ഷൻ സർഫസ് ടെക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ്, പിന്നത്തെ ഓൾ ദ അബവ്. അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ദി അബവ് ആണ്. ഇനി ദ കോൺക്രീറ്റ് ഹാവിംഗ് സ്ലംപ് ഓഫ് 6.5 സെൻറ്റിമീറ്റർ ഈസ് സെഡ് ടു ബി. പ്ലാസ്റ്റിക് ആണ് ആൻസർ. നമുക്ക് നോക്കാം. സ്ലമ്പിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. (6.5 സെൻറ്റിമീറ്റർ) എന്ന് പറഞ്ഞാൽ 65 mm ആണ്. നമ്മുടെ സ്ലംബ് എപ്പോഴും mm-ലാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം 0 to 25 ഉണ്ട്, 25 to 50 ഉണ്ട്, 50 to 100 ഉണ്ട്, 100 to 150 ഉണ്ട്, ഗ്രേറ്റർ ദാൻ 150 ഉണ്ട്. 0 to 25 ആണെങ്കിൽ വെരി ലോ, 25 to 50 ആണെങ്കിൽ ലോ. ഇനി 50 to 100 ആണെങ്കിൽ മീഡിയം, 100 to 150 ആണെങ്കിൽ ഹൈ, ഗ്രേറ്റർ ദാൻ 150 ആണെങ്കിൽ വെരി ഹൈ. ഇങ്ങനെയാണ് പോണത്. അപ്പോൾ 65 എന്ന് പറയുന്നത് എന്താണ്? മീഡിയത്തിലാണ് വരുന്നത്. ഓക്കെ, മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക് ആണ്. ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ ആണ്. പിന്നെ വെരി ഡ്രൈ ആണ്. പിന്നെ ഇതെന്താണ്? സെമി ഫ്ലൂയിഡ്. ഓക്കെ, ഇത്രയാണ് സംഭവങ്ങൾ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? പ്ലാസ്റ്റിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെപ്പറേഷൻ ഓഫ് വാട്ടർ ഓർ വാട്ടർ സാൻഡ് സിമെൻറ്റ് ഫ്രം എ ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് ഈസ് നോൺ ആസ്. നമുക്കറിയാം വാട്ടർ സിമെൻറ്റ് സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? ബ്ലീഡിങ് എന്നാണ് പറയാം. കോസ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിലോ സെഗ്രിഗേഷൻ എന്നും പറയും. ഇതിൻ്റെ ആൻസർ ബ്ലീഡിങ് ആണ്. സെപ്പറേഷൻ ഓഫ് കോസ് അഗ്രിഗേറ്റ് ഫ്രം ദ മോട്ടർ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് നോൺ ആസ്. നേരത്തെ പറഞ്ഞു സെഗ്രിഗേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ബൾക്കിംഗ് ഓഫ് സാൻഡ്, വാട്ടർ കണ്ടൻറ്റ്, അബ്സോർപ്ഷൻ ഓഫ്. അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷനിങ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? എക്സ്പ്ലനേഷൻ നോക്കാം. വോളിയം ഓഫ് മോയ്സ്റ്റ് സാൻഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഡ്രൈ സാൻഡ് ഡ്യൂ ടു ബൾക്കിംഗ് ഓഫ് സാൻഡ്. If we use moist sand in calculation, then actually we have to add less quantity of sand than required. Thus, will decrease the yield of concrete. Water content plays an important role in strength and workability of concrete. Water absorption by aggregate and sand should be counted. If not, then the water available for hydration of cement will be less and concrete will be less workable and weak. ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? മോയ്സ്റ്റ് സാൻഡ് ആണെങ്കിൽ അതിന് കൂടുതൽ നമ്മൾ വെള്ളം വേണം ഡ്രൈ സാൻഡിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മോയ്സ്റ്റ് സാൻഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് റോള് സ്ട്രെങ്ത്തിനും വർക്കബിലിറ്റിനും ഡീൽ ചെയ്യുന്നുണ്ട്. വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് സാൻഡ് ഷുഡ് ബി കൗണ്ടഡ്. ഇഫ് നോട്ട്, then the water available for hydration of cement will be less and concrete will be less workable and weak. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് വേരിയസ് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെൻറ്റ്, സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ് ഓഫ് ഗ്രേഡ് M20 ഈസ്. M20 ഗ്രേഡിലെ പല മിക്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയുള്ളത്? M7.5 ഉണ്ട്, M5 ഉണ്ട്, M10 ഉണ്ട്, M15 ഉണ്ട്, M20 ഉണ്ട്, M25 ഉണ്ട്. M5 എന്ന് പറഞ്ഞാൽ 1:5:4 ആണ്. M7.5 എന്ന് പറയുന്നത് 1:4:8 ആണ്. M10 എന്ന് പറയുന്നത് 1:3:6 ആണ്. M15 എന്ന് പറയുമ്പോൾ 1:2:4 വരും. M20 ഗ്രേഡ് ആകുമ്പോൾ
1:1.5:3 വരും. M25 ആകുമ്പോൾ 1:1:2 വരും. ഓക്കെ, ഒന്നുകൂടി പറയാം. M5 ആണെങ്കിൽ 1:5:10. M7.5 ആണെങ്കിൽ 1:4:8. M10 ആണെങ്കിൽ 1:3:6. M15 ആണെങ്കിൽ 1:2:4. M20 ആണെങ്കിൽ 1:1.5:3. M25 ആണെങ്കിൽ 1:1:2. ഇതിൽ M20 ആണ് ചോദിച്ചേക്കുന്നത്. M20 എന്ന് പറയുന്നത് എന്താണ്? 1:1.5:3 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് IS 456 റെസ്ട്രിക്ട് ദ യൂസ് ഓഫ് നോമിനൽ മിക്സ് അപ് ടു M20 ഗ്രേഡ് ഓൺലി. ഇനി ടു പ്രിവെൻറ്റ് ദ സെഗ്രിഗേഷൻ ദ മാക്സിമം ഹൈറ്റ് ഓഫ് പ്ലേസിംഗ് കോൺക്രീറ്റ് ഈസ്. അത് IS കോഡ് അനുസരിച്ച് 15 സെൻറ്റിമീറ്റർ ആണ്. 150 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 1.5 മീറ്റർ. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ. ഓക്കെ. വൈൽ കോമ്പാക്റ്റിംഗ് ദ കോൺക്രീറ്റ് ബൈ മെക്കാനിക്കൽ വൈബ്രേറ്റർ the slump should not exceed നമ്മൾ മെക്കാനിക്കൽ വൈബ്രേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സ്ലം വാല്യൂയുടെ വാല്യൂ മെക്കാനിക്കൽ വൈബ്രേറ്ററിൽ ഉപയോഗിക്കുമ്പോൾ 5 സെൻറ്റിമീറ്ററിനേലും കൂടാൻ പാടില്ല എന്നാണ് പറയുക. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ആൻസർ 5 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺക്രീറ്റ് ഈസ് അൺസൂട്ടബിൾ ഫോർ കോമ്പാക്ഷൻ ബൈ വൈബ്രേറ്റർ if the concrete is already in plastic stage, the compaction by vibration will cause segregation of concrete mix. അപ്പോൾ it is unsuitable for compaction by vibrator if it is in plastic stage. ഓക്കെ, പ്ലാസ്റ്റിക് സ്റ്റേജിലാവുമ്പോൾ നമ്മൾ കോമ്പാക്ഷൻ സാധാരണഗതിയിൽ ചെയ്യില്ല എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓർഡിനറി കോൺക്രീറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് ഗ്രേഡ്. നമ്മൾ ഓർഡിനറി കോൺക്രീറ്റിൻ്റെ മിക്സ് M25 വരെയാണ് ഉപയോഗിക്കുന്നത്. M25ൻ്റെ മുകളിൽ ആയിക്കൂടി വരണുള്ളൂ M40 ആണ്. നോട്ട് നോക്കാം. IS 456 റെസ്ട്രിക്ട് ദ നോമിനൽ മിക്സ് ഓഫ് M20 ഗ്രേഡ് ഓൺലി. അപ്പോൾ എന്താണ് ഇതിലെ ആൻസർ? ഓപ്ഷൻ ഡി ആണ്, M40. നെക്സ്റ്റ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് മെഷേർഡ് അറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ 28 ഡേയ്സ് ആണ്. 1 ഡേയിൽ 16% ഓഫ് സ്ട്രെങ്ത് ആണ് നമുക്ക് അറ്റൈൻ ചെയ്യുന്നത്. 3 ഡേയിൽ 40%, 7 ഡേയിൽ 65%, 14 ഡേയിൽ 90%, 28 ഡേയ്സിൽ 99%. 1 ഡേയിൽ 16%, 3 ഡേയിൽ 40%, 7 ഡേയിൽ 65%, 14 ഡേയിൽ 90%, 28 ഡേയിൽ 99%. സ്ലം ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ. ഇതിനാണ് വർക്കബിലിറ്റി കണ്ടുപിടിക്കാനാണ് സ്ലം ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഒന്നുകൂടി പറയാം. 1 ഡേയിൽ നമുക്ക് അറ്റൈൻ ചെയ്യുന്നത് 16% സ്ട്രെങ്ത് ആണ്. 3 ഡേയിൽ അറ്റൈൻ ചെയ്യുന്നത് 40% സ്ട്രെങ്ത് ആണ്. 7 ഡേയിൽ 65% സ്ട്രെങ്ത്, 14 ഡേയ്സിൽ 90% സ്ട്രെങ്ത്, 28 ഡേയ്സിൽ 99% സ്ട്രെങ്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചു. ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സിമെൻറ്റ് കണ്ടതാണ്. പിന്നെ ഏജ് ഓഫ് കോൺക്രീറ്റിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ തന്നേക്കണോണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരാം. ഇനി ദ ഓപ്പറേഷൻ ഓഫ് ഹംസ് ആൻഡ് ഹോളോസ് ഓഫ് യൂണിഫോം കോൺക്രീറ്റ് സർഫസ് ഈസ്. ഹംസും ഹോളോസൊക്കെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ സ്ക്രീഡിംഗ് എന്നാണ് പറയുക. സ്ക്രീഡിംഗ്, സ്ട്രൈക്കിംഗ് ഓഫ് excess concrete to bring the top surface up to proper grade is called screeding. It removes the humps and hollows of uniform concrete surface. Floating, it is removal of all irregularities on the surface of the concrete which are left after screeding. It is done by a wooden float. എക്സസ് ആയിട്ടുള്ള കോൺക്രീറ്റിനെ റിമൂവ് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ക്രീഡിംഗ് എന്ന് പറയാം. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് സർഫസിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലോട്ടിംഗ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് മേ ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് എ വർക്കബിൾ കോൺക്രീറ്റ് ബൈ ഇൻക്രീസിങ് ദി വാട്ടർ സിമെൻറ്റ് റേഷ്യോ? വർക്കബിലിറ്റി കൂട്ടില്ലേ, അത് ശരിയാണ്. ഡിക്രീസിങ് ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ തെറ്റാ. ഇൻക്രീസിങ് ദി ബൈ യൂസിങ് ആംഗുലർ. തേർഡ് ഓപ്ഷൻ നോക്കാം, ബൈ യൂസിങ് ആംഗുലർ അഗ്രിഗേറ്റ് ഇൻ പ്ലേസ് ഓഫ് റൗണ്ട് 1. ആംഗുലർ അഗ്രിഗേറ്റ് ഉപയോഗിക്കാമെന്നാണ് പറയണത്. റൗണ്ട് അഗ്രിഗേറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മതി വർക്കബിലിറ്റി കൂട്ടാനായിട്ട് പറ്റും. ഇതിൽ ഓപ്ഷൻസ് നോക്കാം. കൂടുതൽ വർക്കബിൾ ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടണം. അപ്പോൾ ആദ്യത്തെ ആൻസർ ശരിയാവാം, ഇൻക്രീസിങ് സിമെൻറ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ. ഡിക്രീസിങ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ തെറ്റാണ്. ബൈ യൂസിങ് ആംഗുലർ അഗ്രിഗേറ്റ് ഇൻ പ്ലേസ് ഓഫ് റൗണ്ട് വൺസ് എന്ന് പറയുന്നത് തെറ്റാണ്. റൗണ്ട് വൺസ് ഉപയോഗിക്കുമ്പോഴാണ് വർക്കബിൾ ആവണത്. ബൈ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ലാർജ് സൈസിനാണ് കൂടുതൽ വർക്കബിലിറ്റി കൂടുതൽ. ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻക്രീസിങ് സിമെൻറ്റ് കണ്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പ്രസൻസ് ഓഫ് ഓയിൽ ഇൻ വാട്ടർ ഫോർ കോൺക്രീറ്റ്. ഓപ്ഷൻ എ ഗീവ്സ് സ്മൂത്ത് സർഫസ്, ഓപ്ഷൻ ബി ഗീവ്സ് മോർ സ്ലം, ഓപ്ഷൻ സി ഇംപ്രൂവ് ദ സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി റെഡ്യൂസസ് ദ സ്ട്രെങ്ത്. പ്രസൻസ് ഓഫ് ഓയിൽ ഇൻ വാട്ടർ വിൽ ഹിൻഡർ വിത്ത് ദി hydration of cement. Therefore, amount of gel produced will be less and susceptibility strength of the concrete will reduce. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രസൻസ് ഓഫ് ഓയിൽ ഇൻ വാട്ടർ ഫോർ കോൺക്രീറ്റ് എന്താണ്? റെഡ്യൂസസ് ദ സ്ട്രെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. To estimate 28 days crushing strength of concrete cube from 7-day cube strength, we multiply 7-day cube strength by 7 days cube strength equal to 2/3 of എന്താണ്? 28 day ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് we multiply 1.5 to 5 into 7 ആണ്. ഓക്കെ, അപ്പം എൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the initial setting time of fresh concrete should not be. The initial setting time of fresh concrete should be എന്താണ്? ഗ്രേറ്റർ ദാൻ 1 hour ആണ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 മണിക്കൂറിനേലും കൂടുതലായിരിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് കൺഫേംസ് ടു എ സ്ലംബ്. നമ്മൾ പറഞ്ഞു വെരി ലോ ആണെങ്കിൽ 0 to 25 ആണ്. 25 to 50 വരുന്നത് ലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for mild and moderate exposure, if 20 mm coarse aggregate are used, minimum cement content per cubic meter of concrete must be less than. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 20 mm coarse aggregate ആണ്. For mild and moderate exposure, 20 mm coarse aggregate are used, minimum cement per cubic meter of concrete must be less than 300 kg per centimeters 300 kilogram per meter cube ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 300 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ കോൺസ്റ്റൻറ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫൈനർ ദ സാൻഡ് ഡിക്രീസസ് ദ വർക്കബിലിറ്റി. അത് ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രീപ്പ് ഇൻ ഈസ് ദ ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് അണ്ടർ സസ്റ്റെയിൻഡ് ലോഡിംഗ്. അതും ശരിയാണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്, ഓപ്ഷൻ സി ആയിരിക്കും. ഇനി ദ സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസി ഓഫ് കോൺക്രീറ്റ് ഫോർ ഷോർട്ട് ടേം ലോഡിംഗ് മേ ബി ഡിറൈവ്ഡ് ആസ് എന്താണ്? 5000√fck ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5000√fck ആയിരിക്കും. ദ പർപ്പസ് ഓഫ് കോൺക്രീറ്റ് കോമ്പാക്ഷൻ ഈസ് ടു. കോമ്പാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ദ ഡെൻസിറ്റി ആണ് ആൻസർ. ഓക്കെ, നേരത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ടെസ്റ്റ്
strength of sample is taken as the average of the strength of as per IS 456, the test result of a sample shall be average of the strength of 3 specimens. The individual variation should not be more than 15% of the average. If more, the test result of the samples are invalid. അപ്പോൾ 3 സാമ്പിളാണ് നമ്മൾ ഈ ടെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. Next question. As per IS 456-2000, the organic content of water used for making the concrete should not be more than. Organic content എന്ന് പറയുന്നത് 200-നും ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ 3000-ഉം സൾഫേറ്റ് എന്ന് പറയുന്നത് 400-ഉം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 mg/L for concrete work not containing embedded steel and 500 mg/L for reinforced concrete work is 2000 mg/L. സസ്പെൻഡഡ് ആണെങ്കിൽ 2000 ആയിരിക്കും. ദ pH വാല്യൂ മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 6 ആയിരിക്കണം, ഓർത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓർഗാനിക് കണ്ടൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കംപ്രസീവ് സ്ട്രെങ്ത് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ദി ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്റ്റഡ് ടു ഫാൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനാണ്? വാട്ടർ സിമെൻറ്റ് റേഷ്യോയ്ക്കാണ്. ഇനി ദ ബോട്ടം ഡയമീറ്റർ, ടോപ്പ് ഡയമീറ്റർ, ഹൈറ്റ് ഓഫ് ദി സ്റ്റീൽ മോൾഡ് യൂസ്ഡ് ഫോർ ദി സ്ലം ടെസ്റ്റ് ആർ റെസ്പെക്റ്റീവ്ലി. ബോട്ടം ഡയമീറ്റർ 20-ഉം ടോപ്പ് ഡയമീറ്റർ 10-ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 30-ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ദ അഡീഷൻ ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഇൻ കോൺക്രീറ്റ് റിസൾട്ട് ഇൻ. കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്സിലറേറ്ററാണ്. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഷ്രിങ്കേജ്. ആക്സിലറേറ്ററാണ്. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഷ്രിങ്കേജും കൂടും, സെറ്റിംഗ് ടൈം കുറയും. അത് രണ്ടാണ് വരാം. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ മോഡറേറ്റ് എൻവയറമെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻ ഷുഡ് ബി. മോഡറേറ്റ് ആണെങ്കിൽ നമ്മൾ ഏതാ വരാം? മൈൽഡ് ആവുമ്പോൾ നമ്മൾ എടുക്കുന്നത് M20, മോഡറേറ്റ് ആവുമ്പോൾ M25, സിവിയർ ആവുമ്പോൾ M30, വെരി സിവിയർ ആവുമ്പോൾ M35, എക്സ്ട്രീം ആവുമ്പോൾ M40. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ മോഡറേറ്റ് എൻവയറമെൻറ്റൽ എക്സ്പോഷർ കണ്ടീഷൻ ഷുഡ് ബി. അപ്പം എൻ്റെ ആൻസർ എന്താണ്? M25 ആണ്. ഓക്കെ. ദ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ഈസ് കണ്ടക്റ്റഡ് ആസ് പെർ. എന്താണ്? കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷനിങ് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? 10262 വെച്ചിട്ടാണ് ചെയ്യണത്. IS 10262 ആണ് കോൺക്രീറ്റ് മിക്സിൻ്റെ ഡിസൈൻ്റെ കോഡ്. കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ. Next question. The grade of concrete M20 means that characteristic compressive strength of 15 cm³ after 28 days is given by 20 Newton per mm square ആയിരിക്കും. The object of curing is not to. Curing നമ്മൾ ചെയ്യുന്നത് prevent the loss of water by evaporation ആണ്. പിന്നെ ഷ്രിങ്കേജ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് പ്രിസർവ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യാനല്ല ക്യൂറിങ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം അഡ്മിസിബിൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫോർ മൈൽഡ് എൻവയറമെൻറ്റൽ എക്സ്പോഷേഴ്സ് ഷുഡ് ബി. എന്താണ്? മൈൽഡിന് 0.55, മോഡറേറ്റിന് 0.5, സിവിയറിന് 0.45, വെരി സിവിയറിന് 0.45, എക്സ്ട്രീമിന് 0.4. അപ്പോൾ മൈൽഡിന് എന്താണ്? 0.55 ആണ്. എയർ എൻട്രൈറ്റ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ് ഇൻക്രീസസ് വർക്കബിലിറ്റി അല്ല,
എയർ എൻട്രെയിൻമെൻറ്റ് എന്തിനാണ്? വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഒബ്റ്റെയിൻ വെരി ഹൈ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇറ്റ് ഈസ് നെസസറി ടു യൂസ് വെരി ഫൈൻ ഗ്രൈൻഡ് ഗ്രാനൈറ്റ് ആണ് ആൻസർ. ഇനി അടുത്തത്. ദ കോൺക്രീറ്റ് ഹാവിങ് സ്ലം 6.5 cm ഈസ് പ്ലാസ്റ്റിക് ആണ്. കാൽഷ്യം ക്ലോറൈഡ് ആഡഡ് ഇൻ കോൺക്രീറ്റ് ആക്ടസ് ആക്സിലറേറ്റർ ആണ്. ഓക്കെ. ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് വിത്ത് ടൈം. അത് എന്താണ്? നോൺ ലീനിയർ ആണ്. ഓക്കെ, ലീനിയർ അല്ല, അങ്ങനെയാണ് പറയാം. ഇറ്റ് ഈസ് നോൺ ലീനിയർ. ഇൻക്രീസിങ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് വിത്ത് ടൈം ഈസ് നോൺ ലീനിയർ. ഗ്രാഫ് ഉണ്ടോ? ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസസ് വിത്ത് ആസ് എ ഫാസ്റ്റർ റേറ്റ് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ആൻഡ് കോൺക്രീറ്റ് thereafter increases at a slower state. The representation of the graph of the strength of the concrete with age is shown below. ഇങ്ങനെയാണ് പോവുക. അപ്പോൾ നോൺ ലീനിയർ ആണ്. ജനറലി ദ കോൺക്രീറ്റ് ക്യൂബ്സ് ആർ ടെസ്റ്റഡ് ടു മെഷർ ദ കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഇനി വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതിനാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വർക്കബിലിറ്റിയും സ്ട്രെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ്? സെക്കൻഡും തേർഡും മാത്രമേ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ജനറലി ദ റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് സിമെൻറ്റ്, സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് ഇൻ കോൺക്രീറ്റ് മിക്സ് ഓഫ് M20 ഈസ്. M20യുടെ ഞാൻ പറഞ്ഞു 1:1.5:3 ആണ്. The admixture which causes early setting and hardening of concrete are called. Early setting ആണ്, അപ്പോൾ ആക്സിലറേറ്റർ ആണ് വരാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു പ്രിവെൻറ്റ് സൾഫേറ്റ് അറ്റാക്ക് ഓഫ് കോൺക്രീറ്റ് ഫോർ പ്രിപ്പയറിംഗ് കോൺക്രീറ്റ് മിക്സ് ദ pH ഷുഡ് ബി വിത്തിൻ 6 ആയിരിക്കണം. നമ്മൾ സാധാരണ ഇതിൽ pH എന്ന് പറയുന്നത് 6 to 9 ഇടയ്ക്കായിരിക്കണം എന്നാണ് പറയുക സൾഫേറ്റ് അറ്റാക്കിന്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 6 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്താണ് സെപ്പറേഷൻ ഓഫ് വാട്ടർ ഓർ വാട്ടർ സാൻഡ് സിമെൻറ്റ് ഫ്രം എ ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് ഈസ് നോൺ ആസ് ബ്ലീഡിംഗ്. ദ പെർമനൻറ്റ് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് വിത്ത് ടൈം അണ്ടർ സ്റ്റഡി ലോഡ് ഈസ് നോൺ ആസ് ക്രീപ്പാണ്. സെഗ്രിഗേഷൻ ഇൻ കോൺക്രീറ്റ് ഒക്കേഴ്സ് വെൻ എന്താണ്? കോസ് അഗ്രിഗേറ്റ് ട്രൈസ് ടു സെപ്പറേറ്റ് ഔട്ട് ഫ്രം ദ ഫൈനർ മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ടോപ്പ് ഡയർ ബോട്ടം ഡയമണ്ടർ ഹൈറ്റ് ഓഫ് ദി സ്ലം കോൺ എന്താണ്? ടോപ്പ് 10, ബോട്ടം 20, ഹൈറ്റ് 30. അപ്പോൾ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഫോർ എ ഗിവൺ വാട്ടർ കണ്ടൻറ്റ് ഈസ് ഗുഡ് ഇഫ് ദ അഗ്രിഗേറ്റ് ആർ. വർക്കബിലിറ്റി കൂടണമെങ്കിൽ അതെന്തായിരിക്കണം? റൗണ്ട് അഗ്രിഗേറ്റ് ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ജനറലി ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഈസ് കൺസിഡർഡ് negligibly very low in. Strength of the concrete is very low in tension. Strength of the concrete in tension is about 1/10 of the strength of the concrete in compression ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് വെരി ലോ എന്തിലാണ്? ടെൻഷൻ്റെ സമയത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ കോൺക്രീറ്റ് വൈൽ ഹാൻഡ് മിക്സിംഗ് ഈസ് അഡോപ്റ്റഡ് എക്സസ് സിമെൻറ്റ് ടു ബി ആഡഡ് ഈസ്. ഇൻ കേസ് ഓഫ് ഹാൻഡ് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് ദ extra cement to be added is 10%. It takes care of the inferior concrete produced by the hand mixing. അപ്പോൾ in concrete while hand mixing extra amount of cement to be added is 10%. Next question. Which of the following act as a retarder for the concrete? Retarder ഏതാണ്? ആക്സിലറേറ്റർ ആണ് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ലിഗ്നോസൾഫേറ്റ് എന്ന് പറയുന്നത് പ്ലാസറ്റതാണ്. കാൽഷ്യം സ്റ്റെറേറ്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്. അലൂമിനിയം പൗഡർ എന്ന് പറയുന്നത് എയർ എൻട്രെയിനിങ് ഏജൻ്റാണ്. അപ്പോൾ ഇതിലൊന്നിലും ഓപ്ഷൻസ് ഇല്ല. ഇനി ദ കോൺക്രീറ്റ് ക്യൂബ്സ് ആർ പ്രിപ്പയർഡ്, ക്യൂഡ് ആൻഡ് ടെസ്റ്റഡ് ടു ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS 4516 അനുസരിച്ചാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സെപ്പറേഷൻ ഓഫ് കോഴ്സ് ഗ്രേഡ് ഫ്രം ദി കോൺക്രീറ്റ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് നോൺ ആസ് സെഗ്രിഗേഷൻ ആണ്. Water cement ratio is measured dash of the water and cement used per cubic meter of concrete.
നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ വോളിയം ബൈ വെയിറ്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ടു പ്രിവെൻറ്റ് സെഗ്രിഗേഷൻ ദ മാക്സിമം ഹൈറ്റ് ഫോർ പ്ലേസിംഗ് കോൺക്രീറ്റ് ഈസ് എന്താണ് 150 സെൻറ്റിമീറ്റർ ആണ്. ദ സ്ലം ടെസ്റ്റ് ഫോർ കോൺക്രീറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ എന്താണ് വർക്കബിലിറ്റി ആണ്. പോയ്സൺസ് റേഷ്യോ ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഈസ് 0.15 ആണ്. ഇൻ ലൈം കോൺക്രീറ്റ് ലൈം ഈസ് യൂസ്ഡ് ആസ് ലൈം കോൺക്രീറ്റിൻ്റെ കേസിൽ ലൈം എന്തായിട്ടാണോ യൂസ് ചെയ്യുന്നത്. എ കോൺക്രീറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഫ്രം മിക്സ്ചർ ഓഫ് ലൈം സാൻഡ് ആൻഡ് aggregate and water is said to be lime concrete. A concrete which is made from a mixture of lime, sand, aggregate and water is said to be lime concrete. Lime is used as a binding material. Similarity to the cement, concrete cement is a binding material. Lime ഒരു binding material ആണ്. Similarly, in cement concrete, cement is the binding material. അപ്പോൾ ലൈം കോൺക്രീറ്റ് ലൈം എന്താണ് ഒരു ബൈൻഡിങ് അഗ്രിഗേറ്റ് ആണ്. ലീച്ചിങ് ആക്ഷൻ ഇൻ കോൺക്രീറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് leaching. This is a type of decomposition may be caused by the dissolution of the ingredients of hardened concrete by aqueous solution by leaching process. Since calcium hydroxide is a readily soluble ingredient of hardened cement, so it is called lime leaching. It is greatly dependent upon the permeability of the concrete. For leaching action in concrete is an example of decomposition ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷ്രിങ്കേജ് ഇൻ കോൺക്രീറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് കോസസ് ദ കോൺക്രീറ്റ് ടു ഗ്രിപ്പ് ദ റീഎൻഫോഴ്സ്മെൻറ്റ് ബാർസ് മോർ ടൈറ്റ്ലി. This increase in friction between concrete and steel and so improves the bond strength, especially for plain bar. അപ്പോൾ shrinkage in concrete increases its bond strength ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻ കോൺക്രീറ്റ് മേ ബി മെയ്ഡ് ബൈ ആഡിങ്. നമുക്ക് നോക്കാം എക്സ്പ്ലനേഷൻ. ഗ്രീൻ കോൺക്രീറ്റ് വിച്ച് ഈസ് മെയ്ഡ് ഫ്രം വേസ്റ്റ് ദാറ്റ് ആർ എക്കോ ഫ്രണ്ട്ലി ഈസ് കോൾഡ് ഗ്രീൻ കോൺക്രീറ്റ്. വേസ്റ്റ് ലൈക്ക് സ്ലാഗ്, power plant waste, recycled concrete, mining and quarrying waste, red mud, burned clay, waste glass, sawdust, etc. are used to make the green concrete. Blast furnace slag, iron oxide and fly ash are common ingredients of green concrete. Blast furnace slag, iron oxide അതുപോലെ fly ash are the common ingredients of green concrete. The green concrete are made by എന്തൊക്കെയാണ്? അയൺ ഓക്സൈഡ് ഉണ്ട്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ഉണ്ട്, ഫ്ലൈ ആഷ് ഉണ്ടല്ലോ. അപ്പോൾ അയൺ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ കോൺക്രീറ്റ് ഈസ് മെയ്ഡ് ബൈ ആഡിങ് അയൺ ഓക്സൈഡ്. The Indian Standard Mix Design for Fly Ash and Cement Concrete recommend water content. As per Indian Standard Mix Design for Fly Ash and Cement Concrete recommends water content to be reduced by 3 to 5%. ഇതാണ് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മിക്സ്. ദ ഡിസൈൻ ഫോർ ഫ്ലൈ ആഷ് ആൻഡ് സിമെൻറ്റ് കോൺക്രീറ്റ് റെക്കമെൻഡ്സ് വാട്ടർ കണ്ടന്റ് ടു റിഡ്യൂസ് ബൈ 3 to 5% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് കണ്ടീഷൻ ദ ഹയസ്റ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഈസ് യൂസ്ഡ്. ഹെവി സെക്ഷൻ സച്ച് as pier, foundation, etc. expressed to alternate wetting and drying. Heavy section such as pier, foundation protected against the rain and frost. In hydraulic structure exposed to rain and snow. Light members exposed to alternate wetting and drying. അപ്പോൾ ഹയസ്റ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി സെക്ഷൻ സച്ച് as piers, foundation, etc. protected against the rain and frostലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ മോർ സിമെൻറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസസ് വിത്ത്. സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഇനി ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ്. ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ദി
aggregate. Independent of the size of the aggregate increases with the increase in size of the aggregate. All the options are correct. Density of the concrete എന്താണ്? Increases with the increase in the size of the aggregate ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്നറിയോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ഡെൻസിറ്റി കൂടണമെങ്കിൽ വോളിയം കുറയണം. വോളിയം കുറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ സൈസ് അഗ്രിഗേറ്റ് ഉപയോഗിക്കണം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദി അഗ്രിഗേറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ് അപ്പോൾ ആൻസർ. വർക്കബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് വിത്ത് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇസ് ഡിറ്റർമൈൻഡ് ബൈ. സ്ലം ടെസ്റ്റ് മീഡിയം വർക്കബിലിറ്റിക്ക് ഉപയോഗിക്കുന്നതാണ്. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ലോ വർക്കബിലിറ്റിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ് ആൻസർ. ഇഫ് ദ കോമ്പാക്ഷൻ ഫാക്ടർ ഈസ് 0.95, ദ വർക്കബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് ഈസ് എന്താണ്? ഹൈ ആയിരിക്കും. ഇനി അടുത്തത്, which of the following proportion of ingredients of concrete is not in conformation of arbitrary method of proportioning? 1:1:2 ഉണ്ട്, 1:2:4 ഉണ്ട്, 1:3:3:6 ഉണ്ട്, 1:4:10 ഇല്ല, 1:4:8 ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഇനി ദ കോൺക്രീറ്റ് ഗ്രെയിൻ സ്ട്രെങ്ത് ഡ്യൂ ടു എന്താണ്? ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ് കാരണമാണ്. മാക്സിമം ഷ്രിങ്കേജ് ടേക്സ് പ്ലേസ് ഇൻ കോൺക്രീറ്റ് ആഫ്റ്റർ ഡ്രൈയിങ് ഫോർ എന്താണ്? 28 days കഴിയുമ്പോഴാണ് മാക്സിമം ഷ്രിങ്കേജ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ കോൺസ്റ്റൻറ്റ് ലോഡ് ദ ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അതെന്താണ്? ക്രീപ്പ് സ്ട്രെയിൻ ഒരു ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ദ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ using light aggregate, formation of air void in the cement by omitting sand, formation of air void in cement paste by substances causing foam. All the options are correct. എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. നെക്സ്റ്റ് വൺ, addition of calcium chloride in concrete result in. കാൽഷ്യം ക്ലോറൈഡ് ഞാൻ പറഞ്ഞു ഒരു ആക്സിലറേറ്ററാണ്. അത് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക, ക്യൂറിംഗ് പീരീഡ് കുറയ്ക്കും. അത് ശരിയാണ്. അപ്പോൾ ബി ആണ് ആൻസർ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇംപ്രൂവ്സ് ബൈ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? 5000√FCK ആണ്. FCK എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ദിസ് is named as short-term modulus. Strength of the concrete increases with time under suitable environmental condition. Hence, modulus of elasticity improves with age ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അടുത്ത് നോക്കാം, മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ റിക്വയർഡ് ഫോർ ഫൈൻഡിങ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആർ. ഇതാണ് 3. ടു വെറ്റ് കോൺക്രീറ്റ് മേ കോസ് എന്താണ്? സെഗ്രിഗേഷൻ ഉണ്ടാക്കാം, ലോവർ ഡെൻസിറ്റി, വീക്ക്നെസ് ഓഫ് കോൺക്രീറ്റ്. എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. ക്യൂറിംഗ് പീരീഡ് ഈസ് മിനിമം ഫോർ കോൺക്രീറ്റ് യൂസിങ്. ക്യൂറിംഗ് പീരീഡ് ഏറ്റവും കുറവ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if 50 kg of fine aggregate and 100 kg of coarse aggregate are mixed in concrete whose water cement ratio is 0.6, the weight of the water required for the hard mix is. അസ്യൂം M10 ആണെങ്കിൽ M10 എന്താണ്? 1:3:6 ആണ്. നമുക്ക് സിമെൻറ്റ് ഈസ്റ്റ് ഫൈൻ അഗ്രിഗേറ്റ് ഈസ്റ്റ് കോസ്റ്റ് അഗ്രിഗേറ്റ്. അപ്പോൾ സിമെൻറ്റ് തന്നിട്ടില്ല, ഫൈൻ അഗ്രിഗേറ്റ് നമുക്ക് 15 കോസ്റ്റ് അഗ്രിഗേറ്റ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/6 ആണ്. വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.6 ആണ് തന്നിട്ടുണ്ട്. ഇപ്പോൾ സിമെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.